ഈ വീഡിയോ കാണുന്ന 50% പേരെങ്കിലും ചപ്പാത്തിയൊക്കെ മിക്ക ദിവസങ്ങളും ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. അപ്പോൾ ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി നോക്കിട്ടാ. കുറച്ച് പച്ചക്കറി നമ്മളറിയാണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ ചെല്ലട്ടേന്നേ, നല്ലതല്ല എന്തായാലും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് പാലക് ചീരയാണ് ഉണ്ടാക്കിയത്. പച്ച ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലക് ചീര, നമ്മുടെ നോർമൽ ചീരയിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്. അതിൻ്റെതാ ഈ ഒരു വേരുഭാഗത്തെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത്ര അധികം മുറിച്ച് കളയേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒന്ന് കയറ്റി മുറിച്ചു എന്ന് മാത്രം. എന്തായാലും സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു കയ്യിൽ പിടിക്കാവുന്ന ഒരു കെട്ട് മാത്രമേ ഉള്ളൂ. നല്ല പോലെ കഴുകിയെടുക്കണം. ഇലവർഗ്ഗങ്ങൾ, മല്ലിയില, പുതിനയില, അതുപോലെ ചീരയൊക്കെ നല്ല പോലെ കഴുകിയെടുക്കണേ. ആദ്യത്തെ ഒരു ട്രിപ്പ് കഴുകിയെടുത്തപ്പോൾ തന്നെ ഇതുപോലെ മണ്ണും അഴുക്കയിലുണ്ടായിരുന്നു. 4-5 തവണയിലൊന്ന് കഴുകിയതിന് ശേഷം നല്ലപോലെ വെട്ടി തിളയ്ക്കണ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ചീര ഒന്ന് ഇടാം. വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ അതിന് ശേഷം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഇതുപോലെ വാടി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇലയല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും. ചൂടുവെള്ളത്തിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം നേരെ നമുക്ക് പച്ചവെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബും കൂടി ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഐസ് ക്യൂബൊന്നും ചേർത്തിട്ടില്ല, സാധാരണ പച്ചവെള്ളത്തിലേക്കാണ് ഇട്ടത്. ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 20 മിനിറ്റ് ഒരു പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂണും പിന്നെ നമ്മൾ നേരത്തെ ആ തണുത്ത പോലെ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയിൽ വെള്ളത്തിന് പകരം ഈ ഒരു പേസ്റ്റ് ചേർത്തിട്ടാട്ടോ കുഴച്ചെടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിക്കോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പാലക് ചീരയുടെ മിക്സാണ് നമ്മൾ ഒഴിക്കുന്നത്. ആദ്യം തന്നെ ഒറ്റടിക്ക് മൊത്തത്തിൽ ഒഴിക്കേണ്ട കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുത്ത് നമ്മുടെ പാകം അറിയുന്നത് വരെ ആവണ വരെ നമുക്കതൊന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഏതാണ്ട് 1 കപ്പോളം ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ അതിൽ ഒഴിക്കേണ്ടി വന്നു. ഞാൻ കുറേശ്ശെ ചേർത്ത് മൊത്തത്തിലായിട്ട് ചേർക്കുക ചെയ്തിട്ടാ. ഈ ചപ്പാത്തി ഉണ്ടാക്കണതിൽ പെർഫെക്ഷൻ വരിക എന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ട് മാത്രമൊന്നുമല്ല, നമ്മളത് ചെയ്തിട്ടാണ് അതിലൊരു പെർഫെക്ഷൻ വരിക എന്ന് പറയുന്നത്. മാവ് നനയ്ക്കുന്ന ഒരു പരുവും അതുപോലെ തന്നെ നമ്മൾ പരത്തുന്ന ഒരു പരുവൊക്കെ നമ്മൾ ചെയ്തിട്ട് തന്നെ ശീലിക്കണം. എന്തായാലും ഇത് അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചധികം നേരം മാറ്റി വയ്ക്കണമെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഞാൻ എപ്പോഴും 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാറുണ്ട്. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ വരെ മാറ്റി വയ്ക്കാറുണ്ട്. അതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഈ കാണുന്ന മൊത്തം ഉരുള നമുക്ക് വേണ്ട, നമ്മൾ 2 പേരും മാത്രമുള്ളൂ. കുഞ്ഞിനടക്കം മൊത്തത്തിൽ നമ്മളൊരു 5 ചപ്പാത്തി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഒരു 1/2 മണിക്കൂർ മുന്നേ ഇറക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. എന്തായാലും ഞാനിതാ പൊടി ചേർത്തിട്ട് നല്ലപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. നല്ല റൗണ്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഇതിൽ കുഴപ്പമില്ലാണ്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായിക്കോട്ടെ കേട്ടോ. എന്നിട്ട് മാത്രം നമ്മൾ ചപ്പാത്തി ഇട്ടാൽ മതി. ഇതായിട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു 15 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഞാൻ ചപ്പാത്തി ഇടുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. 15 സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിടാം. ആ വെള്ളമൊന്നും വലിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ചെറിയ കുമ്പിളുകൾ വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 30 സെക്കൻഡോളം. എന്നിട്ട് നമുക്ക് വീണ്ടും തിരിച്ചിട്ട് ഞാൻ ഇതുപോലെ അങ്ങനെ പൊന്തി വരും കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് പൊന്തി വരാറുണ്ട് സാധാരണയായിട്ട്. ഇന്നെന്തോ ഇത് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ അത്ര പൊന്തി വന്നില്ല. നമ്മൾ കുറേശ്ശെ നെയ്യ് അപ്പുറത്തും പുരട്ടി കൊടുക്കുന്നുണ്ട്. നിർബന്ധമുള്ള കേസല്ല. നെയ്യ് ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. അതാ ചപ്പാത്തി സെറ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബീട്രൂട്ട് വേവിച്ച് അരച്ച് ചേർത്തിട്ട് ബീട്രൂട്ട് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ബാച്ചായിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. സംഭവം അടിപൊളി കേട്ടോ.